ഹായ് ഓൺ, നമ്മൾ ഇന്ന് ഇന്നർ പ്രോഡക്റ്റിനെ പറ്റിയാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നർ പ്രോഡക്റ്റിന്റെ രണ്ട് ടൈപ്പ് ഏതൊക്കെയാണ് അതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി നമ്മുടെ KTU എക്സാംസിനും ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ വാട്ട് ഈസ് ആൻ ഇന്നർ പ്രോഡക്റ്റ്? ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് അതിനെ എടുത്തിട്ട് ഒരു നമ്പർ കിട്ടുന്ന ഒരു ഓപ്പറേഷനെയാണ് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. റിസൾട്ടായിട്ട് നമുക്കൊരു നമ്പർ ആയിരിക്കും, ഒരു റിയൽ നമ്പർ ആയിരിക്കും കിട്ടും. ആ ഒരു ഓപ്പറേഷനാണ് ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എടുത്ത രണ്ട് വെക്ടേഴ്സ് തമ്മിൽ എത്രത്തോളം സെയിം ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ അവ തമ്മിൽ എത്രത്തോളം റിലേറ്റഡ് ആണ് എന്നതിനെ കാണിക്കുന്നതാണ് ആ നമ്പർ. രണ്ട് ടൈപ്പ് ഇന്നർ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈപ്പ് 1 എന്ന് പറയുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ഇൻ R ആണ് ഫസ്റ്റ് ടൈപ്പ് ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ ടൈപ്പ് ഇന്നർ പ്രോഡക്റ്റ്, അതായത് R-ലുള്ള ഇന്നർ പ്രോഡക്റ്റ്, അതിനെ വിളിക്കുന്നവരാണ് ഡോട്ട് പ്രോഡക്റ്റ്. ലെറ്റ് എ വെക്ടർ U ഈക്വൽ ടു U1, U2, etc. UN and another vector V equal to V1, V2, etc. VN. രണ്ട് വെക്ടേഴ്സ് എടുക്കുകയാണ്. യു ഡോട്ട് വി ഡിഫൈൻ ചെയ്യുന്നത് കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, കറസ്പോണ്ടിങ് കമ്പോണന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് എഴുതാം. അതായത് U1 ഇൻറ്റു V1 പ്ലസ് U2 ഇൻറ്റു V2 പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടൈം UN ഇൻറ്റു VN. ഇങ്ങനെ കറസ്പോണ്ടിങ് കമ്പോണന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു റിയൽ നമ്പർ വാല്യൂ ആയിരിക്കും യു ഡോട്ട് വി എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. ഓക്കെ, ഇതിന്റെ ജോമെട്രിക് മീനിങ് എന്താണ്? ഇങ്ങനൊരു നമുക്കൊരു വാല്യൂ കിട്ടണമെന്ന് പറഞ്ഞു, ഇതിന്റെ ജോമെട്രിക് മീനിങ് എന്താണ്? അതിനൊരു ഇമ്പോർട്ടൻറ്റ് മീനിങ് ഉണ്ട്. അതായത് യു ഡോട്ട് ബി എന്ന് പറയുന്നത് മറ്റൊരു ഡെഫിനേഷനും കൂടെ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഓഫ് യു ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഇൻറ്റു കോസ് തീറ്റ. ഇങ്ങനെ ഒരു എക്സ്പ്രഷനും കൂടി ഉണ്ട്. ഇതിന്റെ മീനിങ് എന്താണ്? അതായത് നമുക്ക് യു ഡോട്ട് ബി എന്ന് പറയുന്ന റിസൾട്ടിന്റെ ഒരു വാല്യൂ കിട്ടുമെന്ന് പറഞ്ഞു. ആ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സും എങ്ങനെയായിരിക്കും? സെയിം ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, യു ഡോട്ട് ബി എന്ന് പറയുന്നത് നമുക്ക് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എടുത്ത രണ്ട് വെക്ടേഴ്സ് സെയിം ഡയറക്ഷനിലായിരിക്കും. സപ്പോസ് യു ഡോട്ട് ബിയുടെ വാല്യൂ 0 ആണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും, അതായത് ഓർത്തോഗണൽ ആയിരിക്കും. ഇനി നമുക്ക് കിട്ടിയ വാല്യൂ റിയൽ നമ്പർ ആണെന്ന് പറഞ്ഞു, അപ്പൊ നെഗറ്റീവ് കേസസും വരാം അല്ലെ. യു ഡോട്ട് ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് വെക്ടേഴ്സ് തമ്മിൽ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യു ഡോട്ട് ബിയുടെ വാല്യൂ അത് നമ്മൾ റിയൽ നമ്പർ ആണെന്ന് പറഞ്ഞു, അതൊരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മൾ എടുത്ത രണ്ട് വെക്ടേഴ്സ് തമ്മിൽ സെയിം ഡയറക്ഷൻ ആയിരിക്കും. വാല്യൂ 0 ആണെങ്കിൽ വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഓർത്തോഗണൽ ആണെന്ന് പറയാം. വാല്യൂസ് നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് R2 രണ്ട് വെക്ടേഴ്സ് നമ്മൾ എടുക്കുകയാണ്. U ഈക്വൽ ടു ഓർഡേർഡ് പെയർ 1, 2 ആൻഡ് V ഈക്വൽ ടു 3, 4. ഇതിന്റെ യു ഡോട്ട് ബി നമുക്ക് കാണാം. ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ നമ്മൾ പറഞ്ഞു കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ ആഡ് ചെയ്യാം. 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 4, ദാറ്റ് ഈസ് 3 പ്ലസ് 8 ഈക്വൽ ടു 11. ദാറ്റ് ഈസ് യു ഡോട്ട് ബി ഈക്വൽ ടു 11. ഇതിന്റെ മീനിങ് എന്താ? 11 എന്നുള്ള വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. പോസിറ്റീവ് വാല്യൂ എന്ന് പറയുമ്പോൾ ഈ രണ്ട് വെക്ടേഴ്സ് യു വി എന്ന് പറയുന്ന എടുത്തിരിക്കുന്ന രണ്ട് വെക്ടേഴ്സ് തമ്മിൽ സെയിം ഡയറക്ഷനിലാണ്. ഇനി അപ്പൊ യുവും വിയും എങ്ങനെയായിരിക്കും? സെയിം ഡയറക്ഷനിലുള്ള രണ്ട് വെക്ടേഴ്സ് ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് യു ഈക്വൽ ടു 1 മൈനസ് 1. വി എന്ന് പറയുന്ന വെക്ടർ 1, 1. ഓക്കെ, രണ്ട് വെക്ടേഴ്സ് നമ്മൾ R2 തന്നെ രണ്ട് വെക്ടേഴ്സ് എടുത്തു. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണ്. ദാറ്റ് ഈസ് യു ഡോട്ട് വി. കറസ്പോണ്ടിങ് കമ്പോണന്റുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനെ ആഡ് ചെയ്യുക. അപ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് മൈനസ് 1 ഇൻറ്റു 1, ദാറ്റ് ഈസ് 1 മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? നമ്മൾ രണ്ട് വെക്ടേഴ്സ് എടുത്തു, ആ വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ എന്താ പറയുന്നത്? ഈ രണ്ട് വെക്ടേഴ്സ് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെങ്കിൽ ഓർത്തോഗണൽ വെക്ടേഴ്സ് ആയിരിക്കും ഇത് തമ്മിൽ. ഓക്കെ, അപ്പോൾ ഓർത്തോഗണാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോട്ട് പ്രോഡക്റ്റിന്റെ വാല്യൂ 0 ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞതാണ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ടൈപ്പ് ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ജനറൽ ഇന്നർ പ്രോഡക്റ്റ്. ടൈപ്പ് 2 ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ജനറൽ ഇന്നർ പ്രോഡക്റ്റ്.
ഓക്കെ, ആദ്യത്തെ കേസ് നമ്മൾ നമ്പേഴ്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മളിവിടെ ജനറൽ ഇന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫംഗ്ഷൻസിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ് എന്നൊക്കെ പറയുന്ന പോലെ ഫംഗ്ഷൻസ് ആയിരിക്കും ഇവിടെ നമ്മൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്ന പ്രോഡക്റ്റ് എഫ് കോമ ജി, അപ്പൊ എഫും ജിയും ഒക്കെ എന്തായിരിക്കും? ഫംഗ്ഷൻസ് ആയിരിക്കും. എഫ് കോമ ജി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ആൻഡ് ദ ലിമിറ്റ്സ് ഫ്രം എ ടു ബി. ഓക്കെ, ഇന്ന പ്രോഡക്റ്റ് എഫ് കോമ ജി എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം യു ഡോട്ട് ബി എന്ന് പറഞ്ഞത് ഡിഫൈൻ ചെയ്ത് എങ്ങനെയായിരുന്നു? ഇവിടെ കറസ്പോണ്ടിങ് കമ്പോണന്റുകളുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് ആഡ് ചെയ്യുക ചെയ്തേ. അതേ സ്ഥാനത്ത് ജനറൽ ഇന്നർ പ്രോഡക്റ്റിൽ നമ്മൾ ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് അതിന്റെ ഇന്റഗ്രൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ് ഒക്കെ എന്താണ്? റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആയിരിക്കും ഇൻ ദ വെക്ടർ സ്പേസ് സി എ ബി. വെക്ടർ സ്പേസ് ഓഫ് ഓൾ ദ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. അപ്പോൾ ഇന്ന പ്രോഡക്റ്റ് എഫ് കോമ ജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ആണ്. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്പേഴ്സിനെ അല്ല, പകരം ഫംഗ്ഷൻസിനെയാണ്. ഇനി ഇതിനകത്ത് ഈ പ്രോഡക്റ്റ് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഇന്ന പ്രോഡക്റ്റ് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? രണ്ട് ഫംഗ്ഷൻസ് തമ്മിലുള്ള സിമിലാരിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് ഫംഗ്ഷൻസ് തമ്മിലുള്ള സിമിലാരിറ്റി. അപ്പോൾ നമുക്കിങ്ങനെ ഇന്റഗ്രൽ വാല്യൂ 0 കിട്ടുവാണെങ്കിൽ, റിസൾട്ട് വാല്യൂ 0 കിട്ടുവാണെങ്കിൽ ഈ രണ്ട് ഫംഗ്ഷൻസ് എങ്ങനെയായിരിക്കും? ഓർത്തോഗണൽ ഫംഗ്ഷൻസ് ആയിരിക്കും. റിസൾട്ട് 0 ആണെങ്കിൽ എടുത്തിരിക്കുന്ന രണ്ട് ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എങ്ങനെയായിരിക്കും? ഓർത്തോഗണൽ ഫംഗ്ഷൻസ് ആയിരിക്കും. If inner product f comma g equal to 0, then f of x and g of x are orthogonal. Orthogonal functions ആയിരിക്കും. Then result inner product f comma g എന്ന് പറയുന്നത് not equal to 0. 0 അല്ല എങ്കിൽ they are related functions ആയിരിക്കും. f of x and g of x are related functions. ഇതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻസ് ആണെന്ന് പറഞ്ഞു. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് എഫ് കോമ ജി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഡെഫിനിഷൻ എങ്ങനെയായിരുന്നു? ഇന്റഗ്രൽ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മൈനസ് പൈ ടു പ്ലസ് പൈ ആണ്. ക്ലോസ് ഇന്റർവൽ എ ബി എന്ന് പറയുന്നത് മൈനസ് പൈ ടു പ്ലസ് പൈ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഡി എക്സ്. That is integral minus pi to plus pi f of x into g of x എന്ന് പറയുന്നത് sin x into cos x dx. നമുക്കിത് രണ്ട് രീതിയിൽ പ്രൂവ് ചെയ്യാം. ഒന്നുകിൽ sin x into cos x ന് പകരം നമുക്ക് മൈനസ് പൈ ടു പ്ലസ് പൈ sin x into cos x ന് പകരം 1/2 sin 2x എന്ന് കൊടുക്കാം. 1/2 sin 2x dx എന്ന് കൊടുക്കാം. That is integral minus pi to plus pi 1/2 sin 2x. ഈ 1/2 ന് ഔട്ട് സൈഡ് എടുക്കാം. 1/2 into integral minus pi to plus pi sin 2x dx. ഈ sin 2x എന്താണ്? sin 2x എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് പൈ ടു പ്ലസ് പൈ ഒരു ഓഡ് ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ അതിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ 1/2 into 0 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ റീസൺ ബ്രാക്കറ്റിൽ എങ്ങനെ എഴുതണം? sin 2x ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് ഇന്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. So 1/2 into 0 equal to 0. That is integral value. Integral value ഇവിടെ 0 കിട്ടി. അതായത് ഇന്ന പ്രോഡക്റ്റ് എഫ് കോമ ജിയുടെ വാല്യൂ ആണ് നമുക്ക് 0 കിട്ടിയിരിക്കുന്നത് അല്ലേ. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രൊസീഡ് ചെയ്തിട്ട് വാല്യൂ 0 എത്താം. അതല്ലെങ്കിൽ സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്, കോസ് എക്സ് എന്ന് പറയുന്ന ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിന്റെ രണ്ടിനെയും കൂടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഒരു ഓഡ് ഫംഗ്ഷനെ ഇന്റഗ്രൽ മൈനസ് പൈ ടു പ്ലസ് പൈ സിമെട്രിക് ലിമിറ്റിനകത്ത് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഓഡ് ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വാല്യൂ 0 ആയിരിക്കും. ആ രീതിയിൽ പ്രൊസീഡ് ചെയ്തിട്ടും ഇതിന്റെ വാല്യൂ 0 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് എഫ് കോമ ജി എന്ന് പറഞ്ഞാൽ 0 എന്ന് നമുക്ക് കിട്ടി. അതിന്റെ മീനിങ് എന്താ? ഈ രണ്ട് ഫംഗ്ഷൻസിന്റെയും ഇന്നർ പ്രോഡക്റ്റ് എടുത്തപ്പോൾ നമുക്ക് 0 എന്നുള്ള വാല്യൂ ആണ് കിട്ടിയത്. അതിന്റെ അർത്ഥം എന്താ? ഈ രണ്ട് ഫംഗ്ഷൻസും എങ്ങനെയാണ്? ഓർത്തോഗണൽ ആണ്. അതായത് സൈൻ എക്സും കോസ് എക്സും എങ്ങനെയാണ്? ഓർത്തോഗണൽ ആണ്. സൈൻ എക്സ് ഈസ് ഓർത്തോഗണൽ ടു കോസ് എക്സ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു കോസ് എക്സ്. അപ്പോൾ സൈൻ എക്സും കോസ് എക്സും എങ്ങനെയാണ്? ഓർത്തോഗണൽ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ഇന്റഗ്രൽ വാല്യൂ 0 കിട്ടും. അങ്ങനെ ഈ രണ്ട് ഫംഗ്ഷൻസും എങ്ങനെയാണ്? സൈൻ എക്സും കോസ് എക്സും തമ്മിൽ എങ്ങനെയാണ്? ഓർത്തോഗണൽ. അതായത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ Rnൽ യു ഡോട്ട് ബി എന്ന് പറയുന്ന സം ഓഫ് ദ പ്രൊഡക്ട്സ് ആണ്. അതായത് ഫംഗ്ഷൻസിന്റെ കേസ് എടുക്കുമ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ് എഫ് കോമ ജി എന്ന് പറയുമ്പോൾ
ഇന്റഗ്രൽ ഓഫ് ദ പ്രോഡക്ട്സ് എന്ന് വരും അല്ലെ. ഇവിടെ വന്നിരിക്കുന്ന എന്താ ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആണ്, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു ജനറൽ കോൺസെപ്റ്റ് ആണ്, ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ കേസ് ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കാം. അപ്പൊ ഇത് ക്ലിയർ ആണെങ്കിൽ നമ്മുടെ അടുത്ത ടോപ്പിക്സ് ആയ ഓർത്തോഗണൽ പ്രൊജക്ഷൻ, അതുപോലെ ഗ്രാം സ്മിത്ത് പ്രോസസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.